നെക്സ്റ്റ് വരുന്നൊരു ടോപ്പിക്കാണ് വീക്ക് ഓൺ ഫ്ലോ മീറ്റർ. അപ്പോൾ വീക്ക് ഓൺ ഫ്ലോ മീറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ട്യൂബ് ഉണ്ടെങ്കിൽ, അതായത് ഒരു ഫ്ലോ ട്യൂബ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ഇൻസേർട്ട് ചെയ്യും? ഒരു കോൺ പൊസിഷൻ ചെയ്യും. ഒരു മീറ്ററിങ് ട്യൂബിൻ്റെ സെൻട്രലായിട്ട് എന്ത് പൊസിഷൻ ചെയ്യും? കോൺ, അല്ലെങ്കിൽ വീക്ക് കോൺ, വെഞ്ചുറി കോൺ എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഒരു കോൺ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നതെന്ന് പറയുന്നത്, ആ പ്രോസസ് ഫ്ലോ പോകാനുള്ള ആ ഒരു ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. ലൈക്ക് ആൻ ഓറിഫിസ് റെസ്ട്രിക്ഷൻ. അപ്പോൾ അവിടെ ഒരു ലോ പ്രഷർ റീജിയൻ ക്രിയേറ്റ് ചെയ്യും. ഡൗൺ സ്ട്രീം ഫ്ലോയിൽ ഒരു ലോ പ്രഷർ റീജിയൻ എന്ത് ചെയ്യും? ക്രിയേറ്റ് ചെയ്യും. The square root of the difference between low pressure downstream and upstream pressure is related to the flow through the meter. അപ്പോൾ ഈ ഫ്ലോ റേറ്റ് നമുക്ക് എങ്ങനെയാണ് മെഷർ ചെയ്തെടുക്കാൻ പറ്റുന്നത്? ദ ഡിഫറൻസ് ബിറ്റ്വീൻ, സ്ക്വയർ റൂട്ട് ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലോ പ്രഷർ ഡൗൺ സ്ട്രീം ആൻഡ് ദ അപ്സ്ട്രീം പ്രഷർ. ഇതാണ് വീക്ക് ഓൺ ഫ്ലോ മീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ എന്താണ് ആ ഒരു ഫിഗർ കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? വീക്ക് ഓൺ ഫ്ലോ മീറ്റർ ഒരു കോൺ പൊസിഷൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അപ്സ്ട്രീം സൈഡിൽ നിന്ന് നമ്മളൊരു P1 പ്രഷർ മെഷർ ചെയ്യുന്നുണ്ട്. തൊട്ട് ആ ഒരു കോണിൻ്റെ അടുത്തായിട്ട് നമ്മൾ ഡൗൺ സ്ട്രീം പ്രഷർ P2 മെഷർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് എ ഡിഫറൻഷ്യൽ ടൈപ്പ് ഫ്ലോ മീറ്റർ. ഇതെന്ന് പറയുന്നത് ഒരു ഡിഫറൻഷ്യൽ പ്രഷർ ടൈപ്പ് ഫ്ലോ മീറ്റർ ആയിരിക്കും. ബേസിക് തിയറി എന്ന് പറയുന്നത് ബെർണൗളിസ് തിയറം ആയിരിക്കും. ഫോർ എ കോൺസ്റ്റൻറ്റ് ഫ്ലോ ദ പ്രഷർ ഇൻ ദ പൈപ്പ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് വെലോസിറ്റി ഇൻ ദ പൈപ്പ്. അപ്പോൾ പ്രഷർ എന്ന് പറയുന്നത് സ്ക്വയർ ഓഫ് വെലോസിറ്റിക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ആ ഫ്ലൂയിഡ് നമ്മുടെ ആ ഒരു ഫസ്റ്റ് പൊസിഷനിൽ എത്തുകയാണെങ്കിൽ നമുക്കവിടെ നിന്ന് ഒരു പ്രഷർ P1 ആവും. P1 ആയിരിക്കും കിട്ടുന്നത്. പിന്നെ നമ്മൾ ആ ഒരു കൺസ്ട്രിക്റ്റഡ് ഏരിയ, അതായത് ആ P2 എന്ന് കൊടുത്തേക്കുന്ന ആ ഒരു ഏരിയയിലോട്ട് എത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഫ്ലൂയിഡ് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുകയും അവിടെ പ്രഷർ ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രഷർ ഡ്രോപ്പ് ചെയ്യുന്ന പ്രഷറിനെ നമ്മൾ P2 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ P1 മെഷർ ചെയ്തെടുക്കുന്നു, P2 മെഷർ ചെയ്തെടുക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതൊരു ഡിഫറൻഷ്യൽ പ്രഷർ ട്രാൻസ്ഡ്യൂസേഴ്സിൽ എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്യുന്നു. അപ്പോൾ ദ ഡിഫറൻഷ്യൽ പ്രഷർ ക്രിയേറ്റഡ് ബൈ വീക്ക് ഓൺ ഫ്ലോ മീറ്റർ വിൽ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് എക്സ്പോണൻഷ്യലി വിത്ത് ദ ഫ്ലോ വെലോസിറ്റി. അപ്പോൾ ഈ ഫ്ലോയിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഈ ഡിഫറൻഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് ഐദർ ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഡിക്രീസ് ചെയ്യാം. As the constriction takes up more of the pipe cross-sectional area, more pressure will be created at the same flow rates. അപ്പോൾ ഈ കോണിൻ്റെ ഏരിയ, ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഈ ഡിഫറൻഷ്യൽ പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? മോറായിരിക്കും. അപ്പോൾ ഏരിയ കൂടുന്തോറും ഡിഫറൻഷ്യൽ പ്രഷറും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഫ്ലോ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ്. ജസ്റ്റ് ഒന്ന് കാണാപ്പാഠം പിടിക്കുക. എങ്ങനെയാണ്? Q ഈക്വൽ ടു 29.808 ഇൻറ്റു ബീറ്റ സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് ബീറ്റ റേസ്റ്റ് 4 ഇൻറ്റു റൂട്ട് ഓഫ് ഡെൽറ്റ പി. അപ്പോൾ ഡെൽറ്റ പി എന്ന് പറയുന്നത് എന്താണ്? പ്രഷർ ഡ്രോപ്പ് ആയിരിക്കും. ബീറ്റ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ഡി സ്ക്വയർ മൈനസ് സ്മോൾ ഡി സ്ക്വയർ ബൈ ഡി. ഈ സ്മോൾ ഡി എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് ദ കോൺ. ആ കോണിൻ്റെ ഔട്ട്സൈഡ് ഡയമീറ്ററാണ് എന്ത്? സ്മോൾ ഡി. ഇനി ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പ്രോസസ് പൈപ്പിൻ്റെ ഇൻസൈഡ് ഡയമീറ്റർ. നമ്മൾ ആക്ച്വൽ ഫ്ലോ നടന്നുകൊണ്ടിരിക്കുന്ന ആ പൈപ്പിൻ്റെ ഇൻസൈഡ് ഡയമീറ്റർ ആയിരിക്കും. ക്യൂ എന്ന് പറയുന്നത് വാട്ടർ ഫ്ലോ ഇൻ ഗാലൻസ് പെർ മിനിറ്റ്. അപ്പോൾ ഇതാണ് ആ ഒരു ഇക്വേഷൻ. ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി. ക്യൂവിൻ്റെ ഇക്വേഷൻ 29.808 ഇൻറ്റു ബീറ്റ സ്ക്വയർ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ 1 മൈനസ് ബീറ്റ റേസ്റ്റ് 4 ഇൻറ്റു റൂട്ട് ഓഫ് ഡെൽറ്റ പി. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ലോവർ സെൻസിറ്റിവിറ്റി ദാൻ ഓറിഫിസ് പ്ലേറ്റ്സ് ആൻഡ് വെഞ്ചുറി ട്യൂബ്സ് ടു ഇൻസ്റ്റാളേഷൻ എഫക്റ്റ്, ഷോർട്ടർ ഇൻസ്റ്റാളേഷൻ ലെൻസ്, ലെസ് പ്രഷർ ലോസ്, വെറ്റ് ഗ്യാസ് ഫ്ലോ മെഷർമെൻറ്റ് ആപ്ലിക്കേഷൻസിന് എഫക്റ്റീവ് ആയിരിക്കും. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ്സ് ഒക്കെ കുറവായിരിക്കും. പ്രഷർ ലോസ് വെഞ്ചുറി ട്യൂബിനേക്കാളും ഹയർ ആയിരിക്കും. ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് എന്ത്? വെഞ്ചുറി കോൺ ഫ്ലോ മീറ്റർ. അപ്പോൾ അവർ
കൺസെപ്റ്റ് മനസ്സിലായല്ലോ. ഡിഫറൻഷ്യൽ പ്രഷറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു കോൺ അവിടെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, പ്രഷർ നോർമലി എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. വെലോസിറ്റി കൂടുന്നു, പ്രഷർ റെഡ്യൂസ് ചെയ്യുന്നു. ആ ഡിഫറൻഷ്യൽ പ്രഷർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഡിഫറൻഷ്യൽ പ്രഷർ ട്രാൻസ്ഡ്യൂസറിലോട്ട് കൊടുത്ത് എന്ത് ചെയ്യുന്നു, അത് ഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് വരുന്നൊരു ടോപ്പിക്കാണ് ക്രോസ് കോറിലേഷൻ ഫ്ലോ മീറ്റേഴ്സ്. അപ്പോൾ കോറിലേഷനൊക്കെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുള്ളതായിരിക്കാം. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഫ്ലോ മീറ്റേഴ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പൈപ്പിൽ എന്ത് ഘടിപ്പിക്കുന്നുണ്ട്, 2 സെൻസേഴ്സ് ഘടിപ്പിക്കുന്നുണ്ട്. ആ ഒരു പൈപ്പിൽ നിങ്ങൾക്ക് കാണാം ഒരു കൺസ്ട്രക്ഷൻ പോലെ കൊടുത്തിട്ടുണ്ട്, ഒരു സ്ക്വയർ പോലെ. അവിടെ ഒരു സെൻസർ ഉണ്ടായിരിക്കും. XT എന്ന് കൊടുത്തേക്കുന്നുണ്ട്, അതൊരു സെൻസർ വരുന്ന ഒരു സിഗ്നലായിരിക്കും. അവിടെ നിന്ന് വരുന്നൊരു സിഗ്നലാണ്. രണ്ടാമത്തെ സെൻസർ എന്ന് വരുന്ന സിഗ്നലാണ് എന്ത്, YT. അപ്പോൾ സം ഡിസ്റ്റൻസ്, ഒരു ഡിസ്റ്റൻസ് അപ്പാർട്ടിൽ നമ്മൾ 2 സെൻസേഴ്സ് ഒരു പൈപ്പിൽ കണക്ട് ചെയ്തേക്കും, ഇല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തേക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അതിൽ നിന്നുള്ള ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്യും, വ്യൂ ചെയ്യും. അപ്പോൾ ഒരു സെൻസറിൽ നിന്നുള്ള XT ആണെങ്കിൽ രണ്ടാമത്തെ സെൻസറിൽ നിന്നുള്ള എന്തായിരിക്കും, YT എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്തേക്കുകയാണ്. എന്നിട്ട് ആ സിഗ്നൽസിൻ്റെ ഒരു ഷേപ്പും കൂടെ വരച്ചിട്ടുണ്ട്. XT എന്നുള്ള ഒരു സിഗ്നൽ ഇതുപോലെയാണെങ്കിൽ YT എന്നുള്ള സിഗ്നൽ ഫോർ എക്സാമ്പിൾ നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു പീക്കിൽ വരുന്ന ഡിഫറൻസ്, ആ ഒരു വേവിൻ്റെ പീക്കിൽ വരുന്ന 2 വേവിൻ്റെയും പീക്ക് ഡിഫറൻസ് തന്നെയാണ് നമ്മൾ എന്തെന്ന് കൊടുത്തേക്കുന്നത്, ട്രാൻസിറ്റ് ടൈം എന്ന് പറഞ്ഞുകൊണ്ട് ഡിനോട്ട് ചെയ്തേക്കുക. അപ്പോൾ ട്രാൻസിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടൈം റിക്വയർഡ് ഫോർ ദ പ്രോസസ് ഫ്ലൂയിഡ് ടു ട്രാവൽ ബിറ്റ്വീൻ ദ 2 സെൻസേഴ്സ്. ഒരു ഫ്ലൂയിഡിന് ഈ 2 സെൻസേഴ്സിൻ്റെ ഇടയിൽ കൂടെ പോകാൻ എത്ര സമയം എടുത്തു, അതാണ് എന്ത്, ട്രാൻസിറ്റ് ടൈം. അപ്പോൾ ഈ ഔട്ട്പുട്ട് സിഗ്നൽസിനെ ക്രോസ് കോറിലേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ ട്രാൻസിറ്റ് ടൈം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഫ്ലൂയിഡ് ഫ്ലോ വെലോസിറ്റി ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ട്രാൻസിറ്റ് ടൈമിന് ഡിസ്റ്റൻസ് കൊണ്ട് എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. ട്രാൻസിറ്റ് ടൈം ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് കിട്ടും നമുക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഫ്ലൂയിഡ് ഫ്ലോ വെലോസിറ്റി കിട്ടും. ഇനി എങ്ങനെയാണ് 2 സിഗ്നൽസിന് നമുക്ക് ക്രോസ് കോറിലേറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യമാണ് ഈ കൊടുത്തേക്കുന്നത്. To cross correlate the outputs of 2 sensors, first the 2 output signals are multiplied by each other, after which the second signal is slowly shifted a little bit at a time towards the first signal until the 2 signals are superimposed. ഒരു 2 സിഗ്നൽസ് അല്ലെങ്കിൽ 2 ഔട്ട്പുട്ട് സിഗ്നൽസിനെ എങ്ങനെയാണ് നമ്മൾ ക്രോസ് കോറിലേറ്റ് ചെയ്യുന്നത്, ആദ്യം ആ 2 സിഗ്നൽസിനെ എന്ത് ചെയ്യുന്നുണ്ട്, തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്, സെക്കൻഡ് സിഗ്നലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പതുക്കെ ഷിഫ്റ്റ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ടൈം ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഷിഫ്റ്റ് ചെയ്ത് ഫസ്റ്റ് സിഗ്നലിൻ്റെ അടുത്തോട്ട് എന്ത് കൊണ്ടുവരുന്നുണ്ട്, ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ 2 സിഗ്നൽസും കൂടെ ഒരുമിച്ചാവുന്ന ആ സമയം വരെ ഷിഫ്റ്റ് ചെയ്ത് ക്രോസ് കോറിലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. The averaged product of the 2 signal is then plotted as a function of the time shift. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ആവറേജ് പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, പ്ലോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്ലോട്ട് ഇതുപോലെ ആയിരിക്കും, ആ ഫിഗർ കൊടുത്തേക്കുന്ന പോലെ ക്രോസ് കോറിലേഷൻ പ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഒറ്റ സിഗ്നലായിട്ട് എന്ത് ചെയ്യും, ഒരു ഹൈ പീക്കിൽ നിൽക്കും. പർട്ടിക്കുലർ ഒരു ടൈമിൽ എന്ത് ചെയ്യും, ഒരു ക്രോസ് കോറിലേറ്റഡ് സിഗ്നൽ നമുക്ക് കിട്ടും. അപ്പോൾ ദിസ് പ്ലോട്ട് വിൽ നോർമലി പീക്ക് അറ്റ് എ ടൈം ദാറ്റ് ഈസ് ഈക്വൽ ടു ട്രാൻസിറ്റ് ടൈം. അപ്പോൾ ഈ പ്ലോട്ട് പീക്ക് വാല്യൂ കാണിക്കുന്നത് ഏതൊരു ടൈമിലായിരിക്കും, ട്രാൻസിറ്റ് ടൈമിലായിരിക്കും ഈ പ്ലോട്ട് പീക്ക് വാല്യൂ നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്രോസ് കോറിലേഷൻ ഫംഗ്ഷനെ RXY എന്ന് ഡിനോട്ട് ചെയ്യാം. അതായത് 2 സിഗ്നൽസിൻ്റെ ക്രോസ് കോറിലേഷൻ RXY. അപ്പോൾ XTയും YTയാണ് ആ സിഗ്നൽസ് എങ്കിൽ RXYT നമുക്ക് എങ്ങനെ എഴുതാം, ഇൻ്റഗ്രൽ ഓഫ് XZ YT പ്ലസ് Z dZ. അപ്പോൾ സമ്മേഷനാണ് XZ YT പ്ലസ് Z എന്ന് പറഞ്ഞാൽ നമ്മൾ ആ രണ്ടാമത്തെ സിഗ്നലിനെ എന്ത് ചെയ്യുന്നു, ടൈം ബേസിസിൽ ഷിഫ്റ്റ് ചെയ്യുന്നു എന്നാണ് ആ കാണിച്ചേക്കുന്നത്, ഇൻറ്റു D(Z). അപ്പോൾ ഇൻ ദിസ് ഇക്വേഷൻ T is the time interval that one signal is shifted towards the other. ഒരു സിഗ്നലിനെ മറ്റൊരു സിഗ്നലിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ആ ടൈം ഇൻ്റർവെല്ലാണ് എന്ത്, T. Z is the integration variable. ഇതാണ് പൊതുവേ ക്രോസ് കോറിലേഷൻ പ്രോസസ്സ്.
എങ്ങനെയാണ്, എന്താണ് ക്രോസ് കോറിലേഷൻ ഫ്ലോ മീറ്ററിൻ്റെ പ്രത്യേകത? നമ്മൾ ആ ഒരു പൈപ്പിൽ 2 സെൻസേഴ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അത് ഒരു സെൻസറിൽ നിന്ന് മറ്റൊരു സെൻസറിലോട്ട് ഈ ഫ്ലോ പോവാൻ എടുക്കുന്ന ടൈം മെഷർ ചെയ്യുന്നു. അതുപോലെ ആ ഡിസ്റ്റൻസ്, പിന്നെന്താണ്, ആ ടൈം ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫ്ലൂയിഡ് ഫ്ലോ വെലോസിറ്റി കിട്ടും. ഇനി ഈ ട്രാൻസിറ്റ് ടൈം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബേസിക്കലി 2 സിഗ്നലിനെ എന്ത് ചെയ്യണം? ക്രോസ് കോറിലേറ്റ് ചെയ്യണം. അപ്പോൾ ആ ക്രോസ് കോറിലേറ്റ് ചെയ്യണമെങ്കിലുള്ള ഇക്വേഷനാണ് RxYt = x of z yt plus z dz. അതായത് ഒരു സിഗ്നലിനെ മറ്റൊരു സിഗ്നലുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നെങ്കിലും രണ്ടാമത്തെ സിഗ്നൽ എന്ത് ചെയ്യുന്നുണ്ട്? ടൈം ബേസിസിൽ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അതാണ് ആ ഇക്വേഷൻ സൂചിപ്പിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ട്രാൻസിറ്റ് ടൈം കിട്ടും. ഡിസ്റ്റൻസ് അറിയാം. അപ്പോൾ ട്രാൻസിറ്റ് ടൈം ബൈ ഡിസ്റ്റൻസ് എന്ത് കിട്ടും? ഫ്ലൂയിഡ് ഫ്ലോ വെലോസിറ്റി കിട്ടും. ഇതാണ് ക്രോസ് കോറിലേഷൻ ഫ്ലോ മീറ്റേഴ്സ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വരുന്നൊരു ടോപ്പിക്കാണ് ഫ്ലോ സ്വിച്ചസ്. അപ്പോൾ അതിൻ്റെ പേര് തന്നെ നമുക്ക് മനസ്സിലാക്കാം. സ്വിച്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മളൊരു സർക്യൂട്ട് ഓപ്പൺ ചെയ്യാനോ ബ്രേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാനോ, അല്ലേ, ഓപ്പൺ ചെയ്യാനോ ക്ലോസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ഡിവൈസാണ് എന്ത്? സ്വിച്ച്. ഇപ്പോൾ ഫ്ലോ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഫ്ലോ എന്ത് ചെയ്യും? അത് ലിമിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഒരു പർട്ടിക്കുലർ വാല്യൂക്ക് എബോവ് ആണോ ബിലോ ആണോ എന്ന് എന്ത് ചെയ്യും? ചെക്ക് ചെയ്ത് ആ ഒരു സെറ്റിംഗ് ചെയ്യുന്നതാണ്. So flow switches are used to determine if the flow rate is above or below a certain value. This value, that is the set point, can be fixed or adjustable. അപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ വാല്യൂക്ക് മുകളിലാണോ താഴെയാണോ എന്ന് ഡിറ്റർമിൻ ചെയ്യും. ആ വാല്യൂവിന് നമ്മൾ പറയുന്ന പേരെന്തായിരിക്കും? ഒരു സെറ്റ് പോയിൻ്റ്. ആ സെറ്റ് പോയിൻ്റ് നമുക്ക് എതർ ഫിക്സ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം? അഡ്ജസ്റ്റ് ചെയ്യാം. When the set point is reached, the response can be the actuation of electric or pneumatic circuit. അപ്പോൾ നമ്മൾ ഈ സെറ്റ് പോയിൻ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും? ആ പർട്ടിക്കുലർ പോയിൻ്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മളൊരു ഇലക്ട്രിക് സർക്യൂട്ട് അല്ലെങ്കിൽ ന്യൂമാറ്റിക് സർക്യൂട്ടിനെ എന്ത് ചെയ്യണം? ആക്ച്വേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ ആക്ടിവേറ്റ് ചെയ്യണം. When the flow switch is activated, it will stay in that condition until the flow rate moves back from the set point by some amount. അപ്പോൾ എപ്പോഴാണോ ഒരു ഫ്ലോ സ്വിച്ച് ആക്ടിവേറ്റ് ചെയ്യുന്നത് ആ സമയത്ത് എന്ത് ചെയ്യും? അത് അതേ കണ്ടീഷനിൽ തന്നെ നിലനിൽക്കും. ഏതുവരെ? ഫ്ലോ റേറ്റ് തിരിച്ച് ആ സെറ്റ് പോയിൻ്റിൽ നിന്ന് കുറച്ചെങ്കിലും എമൗണ്ടിൽ പുറകോട്ട് പോകുന്നത് വരെ ആ ഫ്ലോ സ്വിച്ച് എന്ത് ചെയ്യും? അതേ കണ്ടീഷനിൽ തന്നെ നിലനിൽക്കുന്നതാണ്. The difference between set point and reactivation point is called switch differential. അപ്പോൾ ഈ സെറ്റ് പോയിൻറ്റിൻ്റെയും റീആക്ടിവേഷൻ പോയിൻറ്റിൻ്റെയും ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്വിച്ച് ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത്. അതാണ് മെയിൻലി ഫ്ലോ സ്വിച്ചിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലോ സ്വിച്ചസ് ഉണ്ട്, നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് പാഡൽ ടൈപ്പ് ഫ്ലോ സ്വിച്ച്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ലീസ്റ്റ് എക്സ്പെൻസീവ് ടൈപ്പ് ഡിവൈസാണ്. അപ്പോൾ ഇതിൽ പാഡൽ എന്ന് പറഞ്ഞാൽ ഇത് പാഡൽ എന്ത് ചെയ്യും? ലൂസ്ലി എന്ത് ചെയ്യും? ഹാങ് ചെയ്യും. ഒരു പൈപ്പിൽ നമ്മൾ പാഡൽ എന്ത് ചെയ്യും? ലൂസ്ലി ഹാങ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഫ്ലോ ഇല്ലാത്ത സമയത്ത് എന്ത് ചെയ്യും? ഈ പാഡൽ നോർമലി എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്? സ്ട്രെയിറ്റ് ആയിട്ട് ലൂസ്ലി എന്ത് ചെയ്യും? ഹാങ് ചെയ്ത് നിൽക്കും. അതായത് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന പോലെ തന്നെ അത് ഒരു മോഷനും ഇല്ലാതെ ലൂസായിട്ട് ഹാങ് ചെയ്ത് വയ്ക്കും. എപ്പോഴാണ് ഒരു ഫ്ലോ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്, അപ്പോൾ എന്ത് സംഭവിക്കും? ദ പാഡൽ ബിഗിൻസ് ടു സ്വിങ് അപ്വേർഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ സ്ട്രീം. അപ്പോൾ ഫ്ലോ വരുന്തോറും എന്ത് ചെയ്യും? ഈ പാഡൽ എങ്ങോട്ട് പോകും? മുകളിലോട്ട്. ഈ ഫ്ലോ സ്ട്രീം വരുന്ന അതേ ഡയറക്ഷനിലോട്ട് എന്ത് ചെയ്യും? മുകളിലോട്ട് സ്വിങ് ചെയ്യാൻ തുടങ്ങും. ദിസ് ഡിഫ്ലക്ഷൻ ഓഫ് ദ പാഡൽ ഈസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു മെക്കാനിക്കൽ മോഷൻ. അപ്പോൾ ഈ ഒരു ഡിഫ്ലക്ഷൻ, അതായത് നേരെ നിൽക്കുന്ന സാധനം മുകളിലോട്ട് പോണ ആ ഒരു ഡിഫ്ലക്ഷൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? മെക്കാനിക്കൽ മോഷനായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ദ മെക്കാനിക്കൽ മോഷൻ ക്യാൻ ബി കോസ്ഡ് ടു ഓപ്പൺ ഓർ ക്ലോസ് സ്വിച്ച്. ഈ മോഷൻ നമുക്ക് സ്വിച്ചിനെ ഓപ്പൺ ചെയ്യാനോ ക്ലോസ് ചെയ്യാനോ എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ബേസിക്കലി പാഡൽ ടൈപ്പ് ഫ്ലോ സ്വിച്ചസ്. ഈ പാഡൽ ടൈപ്പ് ഫ്ലോ സ്വിച്ചസ് തന്നെ നമുക്ക് എന്താണ്, കൺവെൻഷണൽ പാഡൽ ടൈപ്പ് ആണെങ്കിൽ നമുക്ക് ലോ ഫ്ലോ വെലോസിറ്റിയെ നമുക്ക് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ അന്നേരം നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോൾഡിങ് പാഡൽ ടൈപ്പ് ആയിരിക്കും. അതിൻ്റെ പിക്ചറാണ് ഈ കൊടുത്തേക്കുന്നത്. അതായത് ഒരു സ്ക്വയർ,
ഒരിതുപോലെ കാണും. എന്നിട്ട് അതിലൊരു സർക്കിൾ പോലെ ഒരു സർക്കുലർ പാച്ച് പോലെയാണ്. അതാണ് ഫോൾഡിങ് പാഡൽ ടൈപ്പ് സ്വിച്ച്. അപ്പോൾ ലോ ഫ്ലോ റേറ്റ് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യണമെങ്കിൽ ഫോൾഡിങ് സർക്കുലർ പാഡിൽ ഷുഡ് ബി യൂസ്ഡ് ആസ് ഇൻ ദ ഫിഗർ വിച്ച് പെർമിറ്റ്സ് ദ ഫുൾ ഡയമീറ്റർ പാഡിൽ ടു ഫോൾഡ് ബാക്ക് അപ്പോൺ ഇറ്റ് സെൽഫ് ടു മിനിമൈസ് പ്രഷർ ഡ്രോപ്പ്. അപ്പോൾ ഇതിലെന്താണ് ചെയ്യുന്നത്? ഈ തുറന്നിരിക്കുന്ന സർക്കുലർ പാച്ച് എന്ത് ചെയ്യും? തനിയെ എന്ത് ചെയ്യും? ഫോൾഡ് ബാക്ക് ചെയ്യും, ചുരുണ്ടങ്ങ് കയറും. എന്തിന്? പ്രഷർ ഡ്രോപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണൊരു ഫോൾഡിങ് ടൈപ്പ് പാഡിൽ സ്വിച്ച്. അപ്പോൾ ബേസിക്കലി എന്താണ് പാഡിൽ സ്വിച്ചിൻ്റെ വർക്കിംഗ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ലൂസ്ലി ഹാങ് ചെയ്തിരിക്കും. പ്രഷർ അതുപോലെ ഒരു ഫ്ലോ വരുമ്പോൾ എന്ത് സംഭവിക്കും? മുകളിലോട്ട് അത് പോകും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും? മെക്കാനിക്കൽ മോഷൻ അത് ഒരു സ്വിച്ചിനെ എന്ത് ചെയ്യും? ഓപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലോ ഫ്ലോ വെലോസിറ്റി ആണെങ്കിൽ നമ്മൾ ഫോൾഡിങ് ടൈപ്പ് പാഡിൽ സ്വിച്ച് യൂസ് ചെയ്യും. നെക്സ്റ്റ് വരുന്നതാണ് തെർമൽ ടൈപ്പ് ഫ്ലോ സ്വിച്ച്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? ഹീറ്റിൻ്റെ ആ ഒരു ട്രാൻസ്ഫറിനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? സൂചിപ്പിക്കുന്നത്. തെർമൽ അല്ലേ? അപ്പോൾ ആ ഒരു ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇറ്റ് സെൻസ് ദ മൂവ്മെൻറ്റ് ഓർ സ്റ്റോപ്പേജ് ഓഫ് പ്രോസസ് സ്ട്രീം ബൈ ഡിറ്റക്റ്റിംഗ് ദ കൂളിംഗ് എഫക്റ്റ് ഓൺ വൺ ഓർ മോർ പ്രോബ്സ്. അപ്പോൾ ഇതെന്താണ് ഡിറ്റക്റ്റ് ചെയ്യുന്നത്? ഒരു പ്രോസസ് ഫ്ലോ അല്ലെങ്കിൽ സ്ട്രീം ഉണ്ടോ ഇല്ലേ, നിന്ന് പോയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു കൂളിംഗ് എഫക്റ്റ്, അതായത് ടെമ്പറേച്ചർ ചേഞ്ച് ആണ് എന്ത് ചെയ്യുന്നത്? നോക്കുന്നത്, ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നോ അതിൽ കൂടുതലോ പ്രോബ് ഉണ്ടായിരിക്കും. ഇവിടെ തന്നെ 2 സെൻസറും ഉണ്ടായിരിക്കും, ഒരു ഹീറ്ററും ഉണ്ടായിരിക്കും. ആ ഒരു ഫിഗറിൽ നിന്ന് നമുക്ക് കാണാം. പൈപ്പിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളൊരു 2 സെൻസറും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ഹീറ്റർ എലമെൻറ്റും കാണാം. അപ്പോൾ വൺ ഡിസൈൻ കൺസിസ്റ്റ് ഓഫ് എ ഹീറ്റർ പ്രോബ് ആൻഡ് 2 സെൻസർ പ്രോബ്സ് കണക്റ്റഡ് ഇൻ എ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. അപ്പോൾ ഒരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഹീറ്റർ പ്രോബ് ഉണ്ടായിരിക്കും, 2 സെൻസർ പ്രോബ്സ് ഉണ്ടായിരിക്കും. ആ ഫിഗർ നോക്കിയിരുന്നാൽ മതി. അപ്പോൾ എപ്പോഴാണോ ഫ്ലോ സ്റ്റോപ്പ് ചെയ്യുന്നത്, ഫ്ലോ നിൽക്കുന്നത്, അന്നേരം എന്ത് സംഭവിക്കും? ഈ ബ്രിഡ്ജ് ഇൻബാലൻസ് ആവും. എപ്പോഴാണോ ഫ്ലോ സ്റ്റോപ്പ് ചെയ്യുന്നത് അപ്പോൾ ഈ ബ്രിഡ്ജ് എന്ത് ചെയ്യും? ഇംബാലൻസ് ആവും. ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ദിസ് ഡിസൈൻ ഈസ് ഇറ്റ്സ് എബിലിറ്റി ടു ഡിറ്റക്ട് ലോ ഫ്ലോ വെലോസിറ്റി. ഇപ്പോൾ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലോ വെലോസിറ്റി ഉള്ള ഫ്ലോയും ഇതിന് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന് ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. ഫ്ലോ പെട്ടെന്ന്, അതായത് കുറച്ച് ലാഗ് ഉണ്ടായിരിക്കും. സ്പീഡ് ഓഫ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കുറച്ച് കുറവായിരിക്കും. അപ്പോൾ ഇതാണ് തെർമൽ ടൈപ്പ് ഫ്ലോ സ്വിച്ച്. മനസ്സിലായല്ലോ? നെക്സ്റ്റ് വരുന്നൊരു ടൈപ്പാണ് ബൈപ്പാസ് ടൈപ്പ് ഫ്ലോ സ്വിച്ച്. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗർ നോക്കുക. ഇറ്റ് ഹാസ് ആൻ എക്സ്റ്റേണബിളി അഡ്ജസ്റ്റബിൾ വെയിൻ ദാറ്റ് ക്രിയേറ്റ്സ് എ ഡിഫറൻഷ്യൽ പ്രഷർ ഇൻ ദ ഫ്ലോ സ്ട്രീം. അപ്പോൾ ആ ഒരു പൈപ്പ് കണ്ടോ? താഴെ കൂടെ ഒരു ഫ്ലോ പോകുന്നുണ്ട്. അവിടെ ഡിഫറൻഷ്യൽ പ്രഷർ പ്രൊഡ്യൂസിങ് വെയിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ പൈപ്പിനുള്ളിൽ നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്? ഒരു അഡ്ജസ്റ്റബിൾ വെയിൻ ഉണ്ടായിരിക്കും. ഈ വെയിൻ കാരണം അവിടെ ഒരു ഡിഫറൻഷ്യൽ പ്രഷർ ഉണ്ടാവും. ആ ഫ്ലോ സ്ട്രീമിലൊരു ഡിഫറൻഷ്യൽ പ്രഷർ ഉണ്ടായിരിക്കും. ദിസ് ഡിഫറൻഷ്യൽ പ്രഷർ ഫോഴ്സസ് എ പ്രൊപ്പോർഷണൽ ഫ്ലോ ത്രൂ ദ ട്യൂബിംഗ് ദാറ്റ് ബൈപ്പാസസ് ദ വെയിൻ. അപ്പോൾ ഈ ഒരു ഡിഫറൻഷ്യൽ പ്രഷർ കാരണം ഈ വരുന്ന ഫ്ലോ വേറൊരു പാത്തിൽ കൂടെ പോകുന്നുണ്ട്. കണ്ടോ? മുകളിലോട്ട് പോകുന്നുണ്ട്. വരുന്ന ഫ്ലോ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ ക്രിയേറ്റ് ആവുന്നത് കൊണ്ട് തന്നെ വേറൊരു പാത്തിൽ കൂടെ മുകളിലോട്ട് ഒന്ന് കയറി പോകുന്നുണ്ട്. അതായത് വേറൊരു ട്യൂബിങ്ങിലൂടെ അത് ബൈപ്പാസ് ചെയ്ത് പോകുന്നുണ്ട്. എ പിസ്റ്റൺ റീറ്റെയിൻഡ് ബൈ എ സ്പ്രിങ് ഈസ് ഇൻ ദ ബൈപ്പാസ് ട്യൂബിങ്. അപ്പോൾ ആ ബൈപ്പാസ് ട്യൂബിങ്ങിൽ എന്താണുള്ളത്? ആ മുകളിലോട്ടുള്ളതാണ് നമ്മൾ ബൈപ്പാസ് ട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബൈപ്പാസ് ട്യൂബിങ്ങിൽ ഒരു പിസ്റ്റൺ ഉണ്ടായിരിക്കും. ഒരു സ്പ്രിങ്ങുമായിട്ട് കണക്ട് ചെയ്ത ഒരു പിസ്റ്റൺ അവിടെ ഉണ്ടായിരിക്കും. ആൻഡ് ഇറ്റ് വിൽ മൂവ് ലാറ്ററലി ആസ് ദ ഫ്ലോ ഇൻക്രീസസ് ഓർ ഡിക്രീസസ്. അപ്പോൾ ഫ്ലോ വരുന്നതനുസരിച്ച് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ദ പിസ്റ്റൺസ് മൂവ്മെൻറ്റ് ആക്ച്വേറ്റ്സ് എ സ്വിച്ച്. അപ്പോൾ ഈ പിസ്റ്റൻ്റെ മൂവ്മെൻ്റ് ആയിരിക്കും ഒരു സ്വിച്ചിനെ എന്ത് ചെയ്യുന്നത്? ആക്ച്വേറ്റ് ചെയ്യുന്നത്. Bypass flow switches can be used for fairly low flow rates and their ability to be externally adjusted is a very desirable
ഡിസൈറബിൾ ഫ്യൂച്ചർ. അപ്പോൾ എക്സ്റ്റേണലി നമുക്ക് ആ വെയിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ ഒരു പെർട്ടിക്കുലർ ഫ്യൂച്ചർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രത്യേകത മനസ്സിലായല്ലോ എന്താ സംഭവിക്കുന്നതെന്നുള്ളത്. അപ്പം അതായത് ഒരു ട്യൂബിങ്ങിൽ ഒരു അഡ്ജസ്റ്റബിൾ വെയിൻ ഉണ്ടാക്കി ആ വെയിൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ഡിഫറൻഷ്യൽ പ്രഷർ ഉണ്ടായിരിക്കും. ആ ഡിഫറൻഷ്യൽ പ്രഷർ കാരണം ഈ ഫ്ലോ എന്ന് പറയുന്നത് നേരെ പോവാതെ എന്ത് സംഭവിക്കും, ഒരു ബൈപ്പാസ് ട്യൂബിങ്ങിലൂടെ കടന്നായിരിക്കും പോകുന്നത്. അപ്പോൾ ബൈപ്പാസ് ട്യൂബിങ്ങിൽ ഈ ഫ്ലോ വരുമ്പോൾ അവിടെ എന്തുണ്ട്, ഒരു പിസ്റ്റൺ ഉണ്ടായിരിക്കും. സ്പ്രിങ്ങുമായിട്ട് കണക്ട് ചെയ്ത് പിസ്റ്റൺ ഉണ്ടായി. അപ്പോൾ ഈ ഫ്ലോ വരുന്നതനുസരിച്ച് ഈ പിസ്റ്റൺ എന്ത് ചെയ്യും, ലാറ്ററലി മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഈ മൂവ്മെൻറ്റ് ഒരു സ്വിച്ചുമായിട്ട് എന്താണ്, മാഗ്നറ്റിക്കലി കപ്പിൾഡ് ആയിരിക്കും. അപ്പോൾ ഈ പിസ്റ്റൺ മൂവ് ചെയ്യുന്നതനുസരിച്ച് മാഗ്നറ്റിക്കലി ഈ സ്വിച്ചുമായിട്ട് എന്ത് ചെയ്ത് ആക്ച്വേറ്റ് ചെയ്ത്, അതായത് മാഗ്നറ്റിക്കലി കണക്ട് ചെയ്തേക്കുന്നതാണ്. ഫിഗറിന്ന് മനസ്സിലാക്കാം, മാഗ്നറ്റിക് ഫീൽഡ് വഴി ആണ് ആ സ്വിച്ച് എന്ത് ചെയ്തേക്കുന്നത്, കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ പിസ്റ്റൺ മൂവ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ആ സ്വിച്ചും എന്ത് ചെയ്യും, ആക്ച്വേറ്റ് ചെയ്യും. ഇതാണ് ബൈപ്പാസ് ടൈപ്പിൻ്റെ വർക്കിംഗ്. ലാസ്റ്റ് വരുന്നൊരു ടൈപ്പാണ് കപ്പാസിറ്റൻസ് ടൈപ്പ് സ്വിച്ച്. അപ്പം കപ്പാസിറ്റൻസ് ടൈപ്പ് സ്വിച്ച് നമ്മുടെ ഈ ഒരു 2 ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഒന്ന് PVC ഫേസിങ് 150 LB ഫ്ലാഞ്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുത്തേക്കുന്നത്. അത് ആ നമ്മുടെ ടൈപ്പ് സ്വിച്ചിൻ്റെ മെറ്റീരിയൽസിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് കൊടുത്തേക്കുന്നത്. അത് നിങ്ങൾ പഠിക്കണമെന്നില്ല. അതിൻ്റെ കുറച്ചുകൂടെ റൈറ്റ് സൈഡിലൊരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. അതായത് 3 റൗണ്ട് പോലെയുള്ള ട്യൂബിങ്ങിൻ്റെ മുകളിലൊരു ഫ്ലാഞ്ച് ഉണ്ടായിരിക്കും, മിഡിലൊരു കപ്പാസിറ്റൻസ് സ്വിച്ച് ഉണ്ടായിരിക്കും, മുകളിലും ഒരു അനദർ ഫ്ലാഞ്ച് ഉണ്ടായിരിക്കും. അപ്പോൾ ദിസ് ടൈപ്പ് റിംഗ് സെൻസേഴ്സ് ക്യാൻ ഡിറ്റക്ട് ദ ആബ്സെൻസ് ഓർ പ്രസൻസ് ഓഫ് ലിക്വിഡ്സ് ഓർ സ്ലറീസ് വിച്ച് യൂഷ്വലി റിലേറ്റ്സ് ടു ഫ്ലോ ഓർ നോ ഫ്ലോ കണ്ടീഷൻസ്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്, ഫ്ലോ ഉണ്ടോ അതേ ഫ്ലോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ലിക്വിഡ്സിനും സ്ലറീസിനും ഒക്കെയാണ് കൂടുതലും ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ റിംഗ് സെൻസർ എന്നും പറയും. ദിസ് ക്യാൻ പ്രിവെൻറ്റ് പമ്പ്സ് ഫ്രം റണ്ണിങ് ഡ്രൈ. ഇപ്പോൾ പമ്പുകളൊക്കെ ഡ്രൈ ആവുന്നതിൽ നിന്ന് തടയുന്നതിനൊക്കെ നമ്മൾ ഈ ടൈപ്പ് സ്വിച്ച് യൂസ് ചെയ്യാറുണ്ട്. The ring sensor is a capacitance switch that fits between 2 flat-faced flanges in standard pipe sizes between 2 to 8 inches. അപ്പോൾ ഒരു പൈപ്പിൽ 2 ഫ്ലാഞ്ചസിന് ബിറ്റ്വീനായിട്ടായിരിക്കും ഈ സ്വിച്ച് എന്ത് ചെയ്യുന്നത്, ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ റിംഗ് സെൻസർ എന്ന് പറയുന്നത് ഒരു കപ്പാസിറ്റൻസ് സ്വിച്ച് ആയിരിക്കും. അത് ഏതിനും ബിറ്റ്വീനായിരിക്കും, 2 ഫ്ലാറ്റ് ഫേസ്ഡ് ഫ്ലാഞ്ചസിന് ബിറ്റ്വീനായിരിക്കും. ആ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം, ഫ്ലാറ്റ് ഫേസ്ഡ് ഫ്ലാഞ്ചസ് ഉണ്ട്, അതിൻ്റെ ബിറ്റ്വീനിലായിരിക്കും ഈ കപ്പാസിറ്റൻസ് ടൈപ്പ് സ്വിച്ച് ഉണ്ടായിരിക്കുന്നത്. ദെൻ ദ റിംഗ് സെൻസർ കണ്ടെയ്ൻസ് എയർ. ഇനി എപ്പോഴാണോ ഈ റിംഗ് സെൻസർ എയർ ഉണ്ടായിരിക്കുന്നത്, അതായത് ഫ്ലോ ഇല്ലാത്ത സമയത്ത്, ഇറ്റ് ഡിറ്റക്ട്സ് എ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഓഫ് 1. ഇപ്പോൾ കപ്പാസിറ്റൻസിൻ്റെ ഒരു പ്രത്യേകത ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ആ ഒരു പ്രോപ്പർട്ടി ആയിരിക്കും. അപ്പോൾ എയർ ആയിരിക്കുന്ന സമയം, എയർ ആയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്, ഫ്ലോ ഇല്ലാത്ത സമയം. അപ്പോൾ ഈ ഫ്ലോ ഇല്ലാത്ത സമയം എന്ത് സംഭവിക്കും, ഈ റിംഗ് സെൻസർ എന്ത് ഡിറ്റക്റ്റ് ചെയ്യും, ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് 1 ആയിട്ട് ഡിറ്റക്റ്റ് ചെയ്യും. അപ്പോൾ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് 1 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്, ആ ട്യൂബിൽ ഫ്ലോ നടക്കുന്നില്ല എന്നാണ് അർത്ഥം. എപ്പോഴാണോ ഫ്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇറ്റ് ഡിറ്റക്ട്സ് ദ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഓഫ് ദ ഫ്ലോയിങ് ഫ്ലൂയിഡ് വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ അതെന്ത് ചെയ്യും, ഈ ഫ്ലൂയിഡിൻ്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് ആയിരിക്കും ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അത് നോർമലി എന്തിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും, 1നേക്കാളും എന്തായാലും ഗ്രേറ്റർ ആയിരിക്കും. വിച്ച് കാസസ് എ കറസ്പോണ്ടിങ് ഇൻക്രീസ് ഇൻ റേഡിയോ ഫ്രീക്വൻസി കറണ്ട് ഫ്ലോ. അപ്പോൾ 1നേക്കാളും ഗ്രേറ്റർ ആകുമ്പോൾ സംഭവിക്കും, ഒരു കറണ്ട് ഫ്ലോ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദി സർക്യൂട്ടറി ഡിറ്റക്ട്സ് ദിസ് കറണ്ട് ഫ്ലോ ആൻഡ് ഓപ്പറേറ്റ്സ് ദ സ്വിച്ച് അക്കോർഡിംഗ്ലി. അപ്പോൾ ഒരു എക്സ്റ്റേണൽ സർക്യൂട്ടറി കാണും, അത് ഈ കറണ്ട് ഫ്ലോ ഡിറ്റക്റ്റ് ചെയ്യും, അതനുസരിച്ച് സ്വിച്ചിനെ എന്ത് ചെയ്യുന്നു, ആക്ച്വേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആർ യൂഷ്വലി PVC ആൻഡ് സ്റ്റീൽ. ഇപ്പുറത്തെ ഫിഗർ കണ്ടോ. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ടൈപ്പ് എന്തായിരിക്കും, PVC സ്റ്റീലൊക്കെ ആയിരിക്കും ഇതിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ. അതാ ഒരു
മെറ്റീരിയലിൻ്റെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ ഫിഗറാണ് കൊടുത്തേക്കുന്നത്, അത് നിങ്ങൾ വരയ്ക്കണമെന്ന് ഇല്ല, വരയ്ക്കേണ്ട, അത് ഇമ്പോർട്ടൻ്റ് അല്ല, മറ്റേ ഫിഗർ വരച്ചാൽ മതി. ഏത് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്താൽ മതി. ഇപ്പോൾ ഇതാണ് ബേസിക്കലി ഫ്ലോ സ്വിച്ചസ്. 4 ടൈപ്പ് ഫ്ലോ സ്വിച്ചസ് ഉണ്ട്. അതിൻ്റെ ബേസിക് വർക്കിംഗ് എന്താണ്? പാഡൽ ടൈപ്പ് ഉണ്ട്, എന്തുണ്ട് പിന്നെ കപ്പാസിറ്റൻസ് ടൈപ്പ് ഉണ്ട്, ബൈപ്പാസ് ടൈപ്പ് ഉണ്ട്, തെർമൽ ടൈപ്പ് ഉണ്ട്. എല്ലാത്തിൻ്റെയും കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ 5th മൊഡ്യൂളിൽ വരുന്ന മെയിൻ ടോപ്പിക്സ്. ജസ്റ്റ് പഠിക്കുക, വായിച്ച് നോക്കുക. എല്ലാത്തിലും ഓർത്തിരിക്കുക, ഫിഗർ നന്നായിട്ട് ഓർത്തിരിക്കുക, അതുപോലെ അതിൻ്റെ കൺസെപ്റ്റും ക്ലിയർ ആയിരിക്കണം. അതുപോലെ ഇക്വേഷൻ എന്തുണ്ടെങ്കിലും ഇക്വേഷനും എഴുതുന്നത് നല്ലതാണ്. ഓക്കെ.